ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വേറെന്താ പറയാ, പൊടിക്ക് ഒരു ക്ഷണം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അല്ല ഓൾറെഡി ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ല എനിക്ക് കുഴപ്പമില്ല, അത് പുള്ളിക്കാരുടെ ചോയ്സ് അല്ലേ. പുള്ളിക്കാരിക്ക് ഓൾറെഡി കോൾ വന്നതായിരുന്നു, പോയില്ല. പുള്ളിക്കാരി താല്പര്യമില്ല. ചിലർക്ക് ചില താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പം പുള്ളിക്കാരിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. ഓൾറെഡി കോൾ വന്നിട്ടുണ്ടായിരുന്നു, 5th സീസണിലെ വന്നിട്ടുണ്ടായിരുന്നു. താല്പര്യമില്ല. റോബിൻ, ഇപ്പം വെച്ചാൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്, ബിഗ് ബോസ് താങ്കൾ കാണുന്ന ഒരാളാണ്. ഇപ്പം ലക്ഷ്മി താങ്കളുടെ സുഹൃത്തുമാണ്. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഒക്കെ മാറി ഇപ്പൊ പോസിറ്റീവ് ആയിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു ബൈറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ ഏതൊരു വ്യക്തിയുടെ എന്താ പറയാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. എല്ലാവരും എപ്പോഴും നെഗറ്റീവായിട്ട് ഇരിക്കത്തില്ലല്ലോ, മനസ്സിലായില്ല. അവരുടെ പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു അത് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2-3 വീക്സ് ആയി. അപ്പോൾ അതിനുശേഷം പൊടിയുടെ ആ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പോസിറ്റീവിലേക്ക് മാറുന്നതിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതിലും അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ്. അതോടുകൂടി ലക്ഷ്മിക്കും ഓൾ ദി ബെസ്റ്റ്. കാരണം എന്താ പറയുക ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്നൊരു ലേഡിയാണ്. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിക്കും ഉണ്ട്. ട്രൈ ചെയ്യട്ടെ എല്ലാവർക്കും. ബിഗ് ബോസിൽ പല വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം താങ്കൾ ബിഗ് ബോസിൽ പോയപ്പോഴാണെങ്കിലും താങ്കളുടെ ഒരു കോംബോ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു കോംബോ ജിസേൽ ആര്യൻ കോംബോ ഒരു കോംബോ ആയോ? ആദ്യം ഒരു അവിഹിത ബന്ധമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു, പിന്നീട് അതൊരു കോംബോ ആണെന്ന്, ഇപ്പൊ പ്രണയം അങ്ങനെ വീട്ടുകാർ വന്നപ്പോൾ അവർ ഒന്നിച്ച് ചേരരുന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾക്ക് എങ്ങനെയാ തോന്നുന്നത്? അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാ, നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യം ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിടാതിരിക്കുക. അവർ 2 ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കട്ടെ, ലവ് ആണെങ്കിൽ ലവ് ചെയ്യട്ടെ. എന്താന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടമല്ലേ, അത്രേ ഉള്ളൂ. അവരുടെ ജീവിതം സാധാരണ ബിഗ് ബോസിൽ പോകുന്നവർക്ക് എപ്പോഴും, അതായത് മലയാളം ബിഗ് ബോസിൽ പൊതുവെ മലയാളം എല്ലാത്തിലും ഉണ്ടല്ലോ സ്ട്രാറ്റജി ഉണ്ടാവാറുണ്ട്. അപ്പൊ താങ്കൾ ബിഗ് ബോസ് ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ചിലർക്ക് ലവ് ഉണ്ടാവും, ചിലർക്ക് സ്ട്രാറ്റജി ഉണ്ടാവും. പക്ഷേ ഞാൻ എന്ത് പറയാനാ, എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. താങ്കൾ ഇപ്പൊ ഗെയിം കാണുന്നുണ്ട്, ലക്ഷ്മി ഗെയിം കാണുന്നില്ല, കംപ്ലീറ്റ്ലി കാണുന്നില്ല. എന്നാലും ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആരായിട്ട് പറയും? അയ്യോ, ഞാൻ ആക്ച്വലി ഗെയിം മൊത്തത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വിന്നേഴ്സാണ്. എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരുപാട്, എത്ര 10,000 ആൾക്കാരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. സോ അവർ ഓൾറെഡി വിന്നേഴ്സ് ആണ്. അതിലിനി ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പേരിന് വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. സോ അതൊരു വലിയ ഇതായിട്ട് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വിന്നേഴ്സ് ആണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ബിഗ് ബോസിലൊരു ഫെയിം ഉണ്ട്. ബിഗ് ബോസിൽ പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ഉണ്ട്. അങ്ങനെയാണ് ബിഗ് ബോസ് ഉള്ളത്. പക്ഷെ ഇപ്പൊ നിലവിൽ ബിഗ് ബോസിന്റെ ഒരു ചേഞ്ചസ് മാറി. ബിഗ് ബോസിൽ പോയിട്ട് തന്നെ എല്ലാ കണ്ടസ്റ്റും പറയണേ നമുക്ക് ഇന്റർവ്യൂ കൊടുക്കണം, കുറെ പൈസ മേടിക്കണം. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ മാത്രമായിട്ട് ബിഗ് ബോസിൽ പോകുന്നത് അങ്ങനെയുള്ള ഞാൻ ഇന്നേ വരെ ഒരു ഇന്റർവ്യൂ എന്നും കാശ് മേടിച്ചിട്ടില്ല. ഒരു ഇന്റർവ്യൂ, ഇത്രയും ഇന്റർവ്യൂ കൊടുത്തതിലും ഇന്നേ വരെ ഒരു ഇന്റർവ്യൂന്ന് ഞാൻ ഒരു ഫണ്ടും മേടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ റോബിനോട് തന്നെ, കാരണം വെച്ചാൽ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും റോബിൻ നിന്ന റോബിന്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയുന്നതാണ് ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്തും ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഇപ്പം എന്ന് വെച്ചാൽ ബിഗ് ബോസിന് പോകുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റുന്ന ആൾക്കാരെ കുറിച്ച് എന്താ പറയുക? അത് ഓരോരുത്തരുടെ രീതിയല്ലേ. ചിലർക്ക് അത് ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാത്തിനും എല്ലാ ഫംഗ്ഷൻസിനും ഒരേപോലെ അല്ല ഞാൻ റേറ്റ് മേടിച്ചിട്ടുള്ള. ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടും പോയി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു ഇന്റർവ്യൂവിനും 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. ഞാൻ ഒരു ഇന്റർവ്യൂവിനും മേടിച്ചിട്ടില്ല. അത് മാത്രമല്ല മിക്കുള്ള ഇനോഗ്രേഷൻസും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തതുകൊണ്ട്. അതൊക്കെ എന്തുകൊണ്ട് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. സോ അതിൽ പ്രത്യേകിച്ച് എന്ന് പറയാൻ ഞാൻ പറയാം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, ഓരോ അവരുടെ ലൈഫിൽ ഓരോ കാഴ്ചപ്പാടായിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന ബിഗ് ബോസിലേക്ക് വരുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫാമിലി വീക്ക് കഴിഞ്ഞ ബിഗ് ബോസിൽ അതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നു. ആദില നൂറുടെ ഫാമിലിയിൽ നിന്ന് ആരും വന്നില്ല. അപ്പൊ അത് കണ്ടപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാന്നേ ഉള്ളൂ. ലോകരാജ്യങ്ങൾ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ച് സോൾവ് ആക്കുന്നില്ലേ. ഇരുന്ന് സംസാരിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എല്ലാവർക്കും കുറച്ച് ജീവിതമേ ഉള്ളൂ, മനസ്സിലായില്ലേ. ആരെപ്പോൾ അടുത്ത സെക്കൻഡ് നമ്മൾ ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയത്തില്ല. ഉള്ള സമയത്ത് മാക്സിമം ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പോട്ടെ. അവർക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പാരൻസ് ആണ്. എല്ലാവർക്കും ദേഷ്യമൊക്കെ കാണും. മനുഷ്യരാണല്ലോ, മനുഷ്യനെ എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസ് കാണും. ദേഷ്യം കാണും, വിഷമം കാണും, എല്ലാം കാണും. അതെല്ലാം നമുക്ക് എത്ര വലിയ ദേഷ്യം ഉണ്ടെങ്കിലും എന്താണ് ഉണ്ടെങ്കിലും ഒന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അത്രയും. ഇപ്പോൾ ലക്ഷ്മി അടക്കം ആദ്യം അവരുടെ ഒരു ഗെയിം പ്ലാൻ അനുസരിച്ചിട്ട് പറഞ്ഞ് ഇവർ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരുന്നു, അല്ലെങ്കിൽ അവരോടുള്ള സമ്പർക്കങ്ങൾ താല്പര്യമില്ല. പക്ഷെ പിന്നീട് അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ആയി. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ താങ്കളടക്കം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലക്ഷ്മിയുടെ ആ തീരുമാനം തെറ്റായി പോയി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഗെയിമിൽ അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ് ഉണ്ടായിരുന്നല്ലോ ലക്ഷ്മിക്ക്. ഇപ്പം ഇല്ലല്ലോ, ഇപ്പം അത് കുറഞ്ഞില്ലേ. ലക്ഷ്മിക്ക് ഇപ്പോൾ വലിയ നെഗറ്റീവ് കാര്യങ്ങളും ഞാൻ കാണുന്നില്ല. പിന്നെ കോൺട്രവേഴ്സീസ് കാണുന്നില്ല, വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. കുറേ പേര് ലക്ഷ്മിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. സോ അതാ പറഞ്ഞത്, എല്ലാ മനുഷ്യരുടെയും നേച്ചറോ കാര്യങ്ങളൊക്കെ ഒരേപോലെ ഇരിക്കത്തില്ല. അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ ഒറ്റ ഒരു കാര്യം കാരണം ഒരാളിനെ വെറുക്കാൻ പാടില്ല. അവർക്ക് കുറച്ച് സമയം കൊടുക്കുക.
അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ചിന്താഗതികളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ, അഖിൽമാരാർ, അതുപോലെ അഭിഷേക്, ഇവരാണ് പൊതുവെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റിൽ ശക്തമായിട്ട് നിന്നിട്ട് ലക്ഷ്മിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഖിൽമാരാർ സംസാരിച്ചു. അഭിഷേക് അവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി, ഇൻസ്റ്റാഗ്രാമിലടക്കം ഗ്രൂപ്പ് ഉണ്ടാക്കി. പക്ഷേ ആ ഗ്രൂപ്പിലടക്കം അതിലെ നൂറേനെയും അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ ഭയങ്കര മോശമായി. ഞാൻ ഇന്നേ വരെ വ്യക്തിപരമായിട്ട് അതിലെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ എൻ്റെ നിലപാട് ഞാൻ ഓൾറെഡി ഞാനൊരു പോസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഞാൻ ഇട്ടത്, അന്ന് ലാലേട്ടൻ അത് പറഞ്ഞു എൻ്റെ വീട്ടിൽ കേട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ട്, ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുണ്ട്, മനസ്സിലായില്ലേ? ലക്ഷ്മിയുടേതായിട്ടുള്ളതുണ്ട്, അതിലെ നൂറയ്ക്ക് അവരുടേതായിട്ടുള്ളതുണ്ട്. അത് ആരുടെയും മേളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല, അല്ലേ? അതിൽ ഇനി റിയാസ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതിപ്പം ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ കൂടി അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലാലേട്ടൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അഭിപ്രായമുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ളതുണ്ട്, ലക്ഷ്മിയുടേതായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഒരിക്കലും ഒരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാവരുടെ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുക. അതിൽ ഭയങ്കര വലിയ തെറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, അത്രേ ഉള്ളൂ. അതിൽ എല്ലാവരുടെ കാഴ്ചപ്പാടുകളും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പോയൊരു കണ്ടസ്റ്റന്റാണ് ജാസ്മിൻ മൂസ. താങ്കൾ അതിനകത്ത് പഴയ അലറൽ വീരൽ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു അല്ല, ജാസ്മിൻ അലറിയിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ട്. ഞാനിപ്പോ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയില്ല ജാസ്മിൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഒരു മനുഷ്യരുടെ ഇമോഷൻസ് ആണ്, കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ ഒരിക്കലും ഒന്നും പറയാൻ പോണില്ല. ഇത്ര വർഷം കഴിഞ്ഞിട്ടും താങ്കളോടുള്ള ഒരു വ്യക്തി വിരോധം തീരാത്തതിനെ കുറിച്ചിട്ടുണ്ടോ? ജാസ്മിൻ ഞാൻ കുറച്ച് കാശ് കൊടുക്കാം, അതിന്റെ കാര്യം. അതുകൊണ്ട് ഭയങ്കര ദേഷ്യം കേട്ടോ. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളൊരു വിജയിച്ചില്ലെങ്കിൽ കൂടി വിജയിച്ച കണ്ടസ്റ്റന്റുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇന്ന് ആരാധകർ എന്ന് വെച്ചാൽ റോബിനോളം ആരാധകരുടെ ഒരു ആൾ ഇതുവരെ ബിഗ് ബോസിൽ വന്നില്ല എന്ന് താങ്കളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ വിന്നറായ പലരെയും വെച്ച് കമ്പയർ ചെയ്യുന്നതിന് അപ്പുറം റോബിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് ഇപ്പോഴും ഒരു ഹെയ്റ്റിംഗ് തോന്നുന്നതിനെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്നോട് തന്നെയാണ്. എൻ്റെ ബെറ്റർ സെൽഫ് കൊടുക്കുക എന്നുള്ളതേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്കൊരു വ്യക്തിയോടും കോമ്പറ്റീഷൻ ഇല്ല. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പയ്യെ സമയം എടുത്തിട്ട് ഞാൻ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, എല്ലാവരും മറ്റുള്ളവർ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പോലെ ആവണം, അല്ലെങ്കിൽ അതേപോലെ ആവണം, അല്ലെങ്കിൽ അതേപോലെ ഫെയിം ആവണം എന്നൊക്കെ വിചാരിച്ചത് നടക്കത്തില്ല. നമുക്ക് എന്ത് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലും പിന്നെ നമ്മുടെ ഹാർഡ് വർക്കിന്റെ കയ്യിലും. ഇപ്പൊ ബിഗ് ബോസിൽ ഒരു ക്ലാസിക് ടാസ്ക് ആണ് കോർട്ട് എന്നുള്ള ടാസ്ക്. സാധാരണ അതിനകത്ത് ഒരു ഗസ്റ്റ് പുറത്തുനിന്ന് വരാറുണ്ട്. ഇത്തവണ താങ്കൾ വിളിച്ചപ്പോ അറിയില്ല. താങ്കൾ എന്തായിരിക്കും ഇപ്പൊ നിലവിൽ നടക്കുന്ന ഒരു ഗെയിം? കുറച്ച് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേ ബി പോവാൻ ചാൻസ് ഇല്ല. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ താങ്കളാണെങ്കിൽ അവിടുന്ന് കഴിഞ്ഞ തവണ ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ താങ്കൾക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടാക്കി ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് വീണ്ടും താങ്കളെ വിളിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അതുകൊണ്ടാണല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മൊത്തത്തില് ആ ഒരു എന്താ പറയാ, ഒരു ഷോയിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനലിനോടോ അല്ല, അതിലുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതിൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളും കാരണം. ഒബ്വിയസ്ലി ആൾക്കാരുടെ ലൈഫ്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസ് വെച്ചിട്ട് ലൈഫ് നഷ്ടപ്പെട്ട ആൾക്കാരാണ് കൂടുതലെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ അതപ്പോ ആ ഒരു ഷോയിന്റെ തന്നെ പ്രശ്നമല്ലേ? സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ മിക്കുള്ള ആൾക്കാരുടെ ജീവിതം നശിച്ചു പോകും. പിന്നെ ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുണ്ട്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഞങ്ങളുടെ ജീവിതം പോകുന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത്? ആ ഷോവിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ആൾക്കാരിലേക്ക് ഒരാളിനെ പോർട്രേ ചെയ്ത് കാണിച്ച് അയാളുടെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കയറി ഇടുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അയാളുടെ ജീവിതത്തെ പറ്റിയൊന്നും ഇവർ കൺസേണേ അല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആസ് എ ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിട്ട് ഞാൻ ചോദിക്കുക, മനസ്സിലായില്ലേ? കാരണം അവരുടെ TRP മാത്രമാണ് നോക്കുന്നത്. അല്ല, അവരുടെ TRP അവരുടെ ഗെയിനും ഷോ മസ്റ്റ് ഗോ ആണ്, അത്രേ ഉള്ളൂ അവർക്ക്. ഞാൻ ഈ ഷോയിൻ്റെ അകത്ത്, ഞാൻ ഒരു മീഡിയ പേഴ്സൺ ഒന്നും അല്ലാതെ ഒരു സാധാരണ കോമണർ ആയിട്ടാണ് ഞാൻ ഈ ഷോയിൻ്റെ അകത്ത് വന്നത്. പക്ഷേ ഷോയിൻ്റെ അകത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ പ്രതികരിക്കാൻ ശ്രമിച്ചു. ഞാനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത്, ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തി. എനിക്ക് അസൂയാണ് കാര്യങ്ങൾ, എനിക്കെന്തിനാ അസൂയ? അപ്പം ഞാനത് ഒന്ന് പ്രതികരിച്ച്, അതാ പറയാം, നമ്മളൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു തിന്മയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരിക്കലും എന്നാലും ഞാൻ ഇപ്പോഴും എൻ്റെ നിലപാടിൽ തന്നെ എന്നെ എന്ത് ചെയ്യുന്ന അടിയുറച്ച് നിൽക്കുന്ന, ഒരിക്കലും ഒരു ഷോ കൊണ്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത്, മനസ്സിലായില്ലേ? അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ഗെയിൻ ആവട്ടെ. അനിമോളുടെ ഒക്കെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അനിമലിന്റെ PR ആണ് നീന്ന് എനിക്കറിയാം. ഞാൻ അനിമലിന്റെ PR
ഇത്ര നേരം ചോദിച്ചിട്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാരും നന്നായി കളിക്കട്ടെ. ഞാൻ എന്ത് പറയാന്, എല്ലാരും ഇൻഡിവിജ്വലി നന്നായി കളിക്കുന്നുണ്ട്, നന്നായി കളിക്കട്ടെ. അനുമോളാണെങ്കിൽ അതിലുള്ള എല്ലാ സാധാരണ വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കുലസ്ത്രീ ബന്ധമുള്ള ഒരു ഗെയിം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്ഥലത്തേക്ക് ഒളിഞ്ഞു പോകുന്നു, മറ്റുള്ളവരെ കണ്ട് അവരത്രക്കാരാണ് ചിന്തിപ്പിക്കാൻ നോക്കുന്നത്. കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? കുലത്തെ നോക്കുന്ന സ്ത്രീ അല്ലെ, നമ്മുടെ വീട് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ, നമ്മുടെ വീടല്ലേ നോക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ എന്തിനാണ് അത് കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഒരു അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുച്ഛം വരുന്ന ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് പേര് കാണുന്നത്. നമ്മൾ പ്രാചീന കാലഘട്ടത്ത് നമ്മുടെ കുടുംബമാണല്ലോ എല്ലാം അല്ലേ. സ്നേഹം എന്ന് പറയുന്ന കുടുംബമാണ്. കുടുംബത്തെ നോക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന അല്ല, ഇന്നത്തെ ജനറേഷൻ ഒരു ട്രോളായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കുലസ്ത്രീ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇന്നത്തെ ജനറേഷൻ പോകാതെ ഒരു പഴയ ജനറേഷൻ നാളെ അത് നമ്മൾ ഇന്ന് നല്ലതായിട്ട് വിചാരിക്കുന്ന പല വാക്കുകളും നാളെ ഇനി അടുത്ത ജനറേഷനൊക്കെ വരുമ്പോൾ അത് ട്രോളായിട്ട് തന്നെ വരും. അതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റിനെയാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ പരദൂഷണം പറയുക, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെയാണ്. ഞാൻ പറയട്ടെ, ഒറ്റ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മളെല്ലാവരും ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല ആൾക്കാരാണ്. നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, മനസ്സിലായില്ലേ. അതിനിപ്പം ഇപ്പൊ പലരും ജെൻഡർ വെച്ച് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും 2 ജെൻഡർ സ്ക്വാഡിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല, മനസ്സിലായില്ലേ. അതൊക്കെ എന്തിനാണ് അവരങ്ങനെ ഒരു സ്ക്വാഡ് ഉണ്ടാക്കുന്നത്? അതൊന്നും ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പോണില്ല. എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. അത് ചിലർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ടാവും, അവരങ്ങനെ ജീവിച്ചോട്ടെ. അൺലെസ് നമ്മുടെ ജീവിതത്തിലേക്ക് അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത്രേ ഉള്ളൂ. നമ്മളും അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത തലയിടാൻ പോകണ്ട, അല്ലേ. എല്ലാവരും ജീവിക്കട്ടെ, മനുഷ്യരല്ലേ. ഞാനത് അന്ന് ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞ, മനുഷ്യനെന്ന ഒറ്റ മതം, മനുഷ്യനെന്ന ഒറ്റ ജാതി, മനുഷ്യനെന്ന ഒറ്റ മതം, അത്രേ ഉള്ളൂ. ഞാൻ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. എൻ്റെ ശരീരത്തിൽ ഓടുന്നതും ബ്ലഡാണ്, എൻ്റെ ഫ്രണ്ട് വരുന്ന പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡാണ്. ഞാൻ ഒരിക്കലും ഒരു ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ഇതൊന്നും കളറൊന്നും നോക്കിയിട്ടല്ല ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 7-8 വർഷം, മനസ്സിലായില്ലേ. സോ അതിൻ്റെ മാഹാത്മ്യം എനിക്ക് അറിയാത്തിടത്തോളം കാലം ഒരിക്കലും ഒരു വ്യക്തിനെ എന്ത് ചെയ്യത്തില്ല, ഒന്നിൻ്റെ ബേസിസിലും ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യത്തില്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നമ്മൾ അനാവശ്യമായിട്ട് ആരുടെയും ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, ഏത് കമ്മ്യൂണിറ്റി പെട്ട ആളാണെങ്കിലും, അതിന് LGBTQ ആണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നമ്മുടെ പെരുമാറ്റമാണ് നമ്മൾ റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം റിയാസ് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ അവന് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും. അൺലെസ് എൻ്റെ അടുത്ത് ചൊറിഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്ത് എന്നെ ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ആ രീതിയിലായിരിക്കും എൻ്റെ പ്രതികരണം. അതേപോലെ ഇനി അഖിൽമാരാണെങ്കിലോ അല്ലെങ്കിൽ അഭിഷേകാണെങ്കിലോ അല്ലെങ്കിൽ ആരാണെങ്കിലും എൻ്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുന്നത്, മനസ്സിലായില്ലേ. അപ്പം ഒരിക്കലും ഈ ജെൻഡർ എന്ന് പറഞ്ഞ ഒരു കാര്യം എന്തില്ല, ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലായില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായില്ല. ഒരിക്കലും അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യരുത്, ആൾക്കാരെ കാൽക്കുലേറ്റ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ബിഗ് ബോസിലെ ഈ സീസണിലേക്ക് വരുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ അടിയാണ്, ആരും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ്. ഇപ്പോൾ താങ്കളുടെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ലക്ഷ്മിപ്രിയൊക്കെ ആണെങ്കിലും താങ്കൾ ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും സൂക്ഷിച്ചായിരുന്നു. കുറച്ച് പേരായിട്ടൊക്കെ ഒരു അലവസരങ്ങളുണ്ടായെങ്കിലും ബാക്കിയുള്ളവരായിട്ട് എപ്പോഴും. എനിക്ക് എന്റെ സീസണിൽ എല്ലാവരും ഇഷ്ടമാണ് ബ്രോ. അവർക്കിപ്പോൾ എന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ എനിക്ക് അവർ ഇഷ്ടപ്പെടാമല്ലോ. എനിക്ക് എല്ലായിടത്തും ഇഷ്ടമാണ്. എനിക്ക് ആരുടെ ഒരു വ്യക്തിപരമോ കാര്യങ്ങളൊന്നുമില്ല, അറിയാലോ. ഞാൻ ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. എന്നെ കുറ്റം പറഞ്ഞ പലരിടത്തും ഞാൻ നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ സീസണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒരു ഫിസിക്കൽ അസോൾട്ട് വന്നാൽ പോലും ഒരാളെ പുറത്താക്കാം എന്ന് വരെ മൈൻഡ് ചിന്താതിക്കുന്ന ആൾക്കാർ, പരസ്പരം എന്ന് വെച്ചാൽ സ്ത്രീകളെ അത്രയും മോശം തെറി വിളിക്കുന്ന ആൾക്കാർ. അത് ബിഗ് ബോസിനോട് ചോദിക്കണം. നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് അല്ലേ. നമ്മള് ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു കാര്യമായിട്ടല്ലേ കാണുന്നത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വലിയ ഹോസ്റ്റിനെ വെച്ച് നടത്തുന്ന ഒരു ഷോ ആണ്. അപ്പൊ പലർക്കും പല നീതി എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ബ്രോ, മനസ്സിലായോ. എന്റെ കാര്യം മാത്രമല്ല, പലരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. സോ അതൊക്കെ ഒന്ന് നേരെ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതൊന്നും നേരെ ആവാൻ പോണില്ല, കാരണം അതാണ് ഒരു TRP അല്ലേ. നമ്മൾ നേരെ നടന്ന ആരും നോക്കത്തില്ല, പക്ഷെ ഇഴഞ്ഞ് നടന്നാൽ എന്ത് ചെയ്യും, ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ എന്താ ഇഴഞ്ഞ് നടക്കുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ബ്രാൻഡുകളിലൊക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടുത്ത വർഷം ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. മൂവിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ സ്ലോ ബേസിൽ എൻ്റെ ഇത് പോണ്. ബ്രാൻഡിങ് ഒക്കെ ചെയ്ത് കുറച്ച് പ്രൊഫൈൽ ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. ബിസിനസ് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യം. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും ദൂരം നിങ്ങൾ വന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പോകാം. ഉണ്ട് ബ്രോ, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, PR ഒക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം PR ഇൻഫ്ലുവൻസ് ചെയ്താലും വ്യക്തിപരമായിട്ട് നന്നായി കളിക്കുന്ന ആൾക്കാരെ മാത്രം വിജയിപ്പിക്കുക, അത്ര മാത്രമേ ഞാൻ പറയാം. എനിക്ക് അറിയത്തില്ല, ഞാൻ ഗെയിമാണ്. ആരൊക്കെ ഞാൻ പറയാം ടോപ്പ് 5 അല്ല, ഓൾറെഡി അതിൽ പാർട്ടിസിപ്പേറ്റ് എല്ലാവരും വിന്നേഴ്സ് ആണ്. ആര് ടോപ്പ് 5 വന്നാൽ എന്താ,
എല്ലാവരും പിന്നെ ചിന്തിക്കുന്ന ഭയങ്കര ഒരു ഫാൻസ് ഫോർ ഒരു കോമണർ കാണില്ല, അതിനെ കുറിച്ച് എന്താ പറയാ? നല്ലതല്ലേ? എനിക്ക് ആക്ച്വലി ഞാൻ അനീഷിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അനീഷിന്റെ ഒരു മെസ്സേജ് 2023 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ ഒരു മനുഷ്യൻ അത്രയും അതിനു വേണ്ടി ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബ്രോ എനിക്ക് ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, സോ എങ്ങനെ ഇതിലേക്ക് ഞാൻ സത്യം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മെസ്സേജ് കണ്ടത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അനീഷിന് അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അഖിൽമാരെ റീസെന്റ് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു പുള്ളിക്കാരൻ എനിക്ക് ആ മെസ്സേജ് കിടപ്പുണ്ട് 2023. അപ്പോൾ 2023 ട്രൈ ചെയ്തിട്ട് 25 ആയപ്പോൾ പുള്ളിനെ കയറി. അതാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കും. അതിനുള്ള ഒരു എക്സാമ്പിളാണ് അനീഷ്. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പോയ ഇപ്പോൾ അഖിൽമാരൊക്കെ സിനിമയിൽ അഭിനയിച്ച് വാനത്തിൽ നിൽക്കുക. അപ്പോൾ താങ്കൾ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോകും? ആഗ്രഹമുണ്ട്, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും അത് സാധിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്തായാലും ഒരിക്കലും ഞാൻ ചെയ്യും. ഓക്കെ, എല്ലാവിധ ആശംസകളും. അനീഷ് ബ്രോ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചരിത്രമാകത്തില്ല, ഫസ്റ്റ് ടൈമിലൊരു നല്ല കാര്യമല്ലേ? ഒബ്വിയസ്ലി ഡിസർവിങ് ആണെങ്കിൽ വിന്നർ ആവട്ടെ. ആരാണോ ഡിസർവിങ് അവർ വിന്നർ ആവട്ടെ. ഇപ്പൊ നിൽക്കുന്നതിൽ ഏറ്റവും ഓക്കെ ആയിട്ടുള്ളത് അനീഷ് അല്ലേ? നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതും അതുപോലെ സംസാരിക്കുന്നതും. ഞാൻ പറയാം, ഗെയിം ഞാൻ കൂടുതൽ കാണാറില്ല, പക്ഷേ എനിക്ക് ഈ പറഞ്ഞ എല്ലാവരും ഇഷ്ടം തന്നെയാണ്. എനിക്കതിങ്ങനെ വെറുപ്പായിട്ടൊന്നും ആരെയും ഞാൻ പറയാം, എൻ്റെ സീസണിൽ പോലും എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ബ്രോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഒരാൾക്ക് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവരെ നമ്മൾ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, അത് രണ്ടും കൂടെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുക. അതല്ലേ മനുഷ്യർ. ഫേക്ക് ആയിട്ടുള്ള മനുഷ്യരെന്ന് വെച്ചാൽ പോസിറ്റീവ് മാത്രമേ കാണത്തുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഒരിക്കലും ആ നെഗറ്റീവ് വന്നിട്ട് നിങ്ങൾ പോസിറ്റീവ് ആയാലും ഞങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, അയാൾ പിന്നെ ഫേക്ക് ആയിട്ട് അഭിനയിക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെയുള്ള ഗെയിം കണ്ട ഗെയിമിൽ കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുന്ന ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അറിയത്തില്ല ബ്രോ. ഞാൻ ചില വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് അനീഷ് പിന്നെ ഈ പറഞ്ഞ ഷാനവാസൊക്കെ തോന്നി. പിന്നെ എല്ലാവരും കളിക്കട്ടെ, എല്ലാവരും സ്ട്രാറ്റജി യൂസ് ചെയ്യുമല്ലോ. ഞാൻ പറയട്ടെ, ഇത്രയും ക്യാമറ നിൽക്കുകയല്ലേ, നമ്മളൊക്കെ നോർമലി ചെന്നിരുന്ന വല്ല സോബയിലും ചെന്നിരുന്ന് ചായയും കുടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും. നമ്മളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും. ഒബ്വിയസ്ലി ക്യാമറ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, മനസ്സിലായില്ലേ? കണ്ടന്റ് ചെയ്തേ പറ്റൂ, ഇഷ്ടമില്ലെങ്കിൽ ചെയ്തേ പറ്റൂ. പിന്നെ സാബുമോൻ ആക്ച്വലി എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിൽ 2019 തൊട്ടുള്ള എൻ്റെ ഫാമിലി ഫ്രണ്ട് പയ്യനാണ്. അപ്പോൾ അവൻ കയറിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ അതിൽ കയറിയത്. അവൻ ഒരു പാവം പയ്യനാണ്. അത് ഈ കാണുന്നത് തന്നെയാണ് അവൻ. എനിക്കത് പേഴ്സണലി അവനെ അറിയാം, 2019 തൊട്ടേ അറിയാം. അപ്പം ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പം എല്ലാവരും കഴിച്ചിട്ട് പോകട്ടോ, ഞാൻ ചെന്നിട്ട് വരാം. താങ്ക് യു.